ഏറ്റവും ഉത്തരവാദപ്പെട്ട BJP നേതാക്കന്മാർ സ്ട്രിക്റ്റായിട്ട് വിളിച്ച് നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അന്നേരം ഞാൻ മനസ്സിലാക്കി ഞാൻ പറയുന്നതെല്ലാം ചെയ്തു തരുമെന്ന്. അതുകൊണ്ട് പേടിക്കണ്ട, ഇത് മുഴുവൻ നരേന്ദ്രമോദി സർക്കാരും തന്നെ നേടിയെടുക്കും, ഒരു പ്രശ്നവും. എനിക്ക് ആകെ പേടിപ്പോയത് ഇത്രമാത്രം അനുകൂലമായ പ്രതികരണം വരുമ്പോൾ നമ്മുടെ ആളുകൾ ജയിച്ചോളൂ വോട്ട് ചെയ്യാതിരിക്കുമെന്നാണ് പേടി. ഞാനിപ്പോൾ അതാ പറയുന്നത്, ദൈവത്തെ അവർ വോട്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ചെല്ലുന്ന മേഖല മുഴുവൻ നമുക്കറിയാം. കാരണം ഈ 5 കൊല്ലമായിട്ട് ഒന്നും നടന്നിട്ടില്ല. ബ്ലേഡ് ബിസിനസ് സ്വഭാവം തെറ്റാണ്. അത് മാത്രം എനിക്ക് എൻ്റെ എതിർ സ്ഥാനാർത്ഥിയോട് പറയാനുള്ള ഉപദേശം, ബ്ലേഡ് മനസ്ഥിതി മാറ്റണം, അതേ നന്നാവും. ജനങ്ങളോടൊപ്പം നിൽക്കാനുള്ള സന്മനസ് പ്രകടിപ്പിക്കണം. 46.5 കോടി രൂപ കാലെ പിടിച്ച് മന്ത്രിമാരും മേടിച്ച് സാക്ഷി ചെയ്ത് വർക്കാതെ അതൊന്നും അങ്ങനെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കാനാണ്. നമസ്കാരം. പൂഞ്ഞാർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി PC ജോർജ് മണ്ഡലത്തിൽ ആദ്യഘട്ട പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 7 തവണ പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭാ സാമാജികനായ ശ്രീ PC ജോർജ് ഇത്തവണ NDAയ്ക്കൊപ്പം നിന്നാണ് ജനവിധി തേടുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്വതന്ത്രനായി നിന്നുകൊണ്ട് മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണ NDA സ്ഥാനാർത്ഥിയായാണ് അദ്ദേഹം ജനവിധി തേടുന്നത്. ഇപ്പോൾ PC ജോർജ് നമുക്കൊപ്പം ചേരുകയാണ്. പ്രചരണത്തിന്റെ ഭാഗമായി മണ്ഡലത്തിൽ എല്ലായിടത്തും എത്തിയോ? നമ്മുടെ പൂഞ്ഞാർ നിയോജകമണ്ഡലം എന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ 5 പഞ്ചായത്തും മീനച്ചി താലൂക്കിലെ 5 പഞ്ചായത്ത്, അങ്ങനെ 10 പഞ്ചായത്താണ്. 10 പഞ്ചായത്തിലായി 218 ബൂത്താണുള്ളത്. ആ 218 ബൂത്തിലും കമ്മിറ്റികളായിട്ടുണ്ട്. ആ ബൂത്ത് കമ്മിറ്റികളിലെല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇന്ന് നാളെയുമായിട്ട് 218 ബൂത്തിലെ പ്രവർത്തനങ്ങൾ പൂർണ്ണമാക്കും. ഞാൻ തന്നെ നേരിട്ട് ഹാജരായി അവരുടെ അഭിപ്രായം കേട്ട് എൻ്റെ അഭിപ്രായങ്ങൾ അവരോട് പറഞ്ഞ് പ്രശ്നം പരിഹരിക്കും. എന്താണ് അവർ പറയുന്നത്? പ്രതികരണങ്ങളൊക്കെ വളരെ അനുകൂലം എന്ന് മാത്രമല്ല, എനിക്ക് ആകെ പേടിപ്പോയത് ഇത്രമാത്രം അനുകൂലമായ പ്രതികരണം വരുമ്പോൾ നമ്മുടെ ആളുകൾ ജയിച്ചോളൂ വോട്ട് ചെയ്യാതിരിക്കുമെന്നാണ് പേടി. ഞാനിപ്പോൾ അതാ പറയുന്നത്, ദൈവത്തെ അവർ വോട്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ചെല്ലുന്ന മേഖല മുഴുവൻ നമുക്കറിയില്ല. കാരണം ഈ 5 കൊല്ലമായിട്ട് ഒന്നും നടന്നിട്ടില്ലല്ലോ. ഞാൻ 7 പ്രാവശ്യം MLA എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ചെയ്തതല്ലേ ഉള്ളൂ, എല്ലാം എവിടെ ചെന്നാലും അതേ ഉള്ളൂ. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഒന്നും നടക്കാതിരുന്നു. ഈ 3 മാസമായിട്ട് അവിടെ 10 ഇവിടെ 10 കോടികളുടെ കണക്കാണ് ഇപ്പോൾ വരുന്നത്. മഴ ബോധം കെട്ട് നിൽക്കുന്നത് എന്നതാണ് ആലോചിക്കുന്നത്. 4 കൊല്ലം മുമ്പ് ചെയ്യാൻ പാടില്ലായിരുന്നു, അല്ല 5 കൊല്ലം മുമ്പ് ചെയ്യേണ്ട ഇത് ഇപ്പോഴാണ്, ഈ 3 മാസം കൊണ്ടാണ് ചെയ്തത്. ഞാനിതൊക്കെ അന്വേഷിച്ചപ്പോൾ PWD ധനകാര്യ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ വെച്ചപ്പോൾ അവരാരും അറിഞ്ഞിട്ടില്ല. അവരറിയാതെ എങ്ങനെ ഈ പണം ഉണ്ടാകുന്നത്? ഒരു റോഡിന് 5 കോടി, അവിടെ ഇവിടെ 5 കോടി, 1 രൂപ ഇട്ടിട്ടില്ല. മനുഷ്യരെ കബളിപ്പിക്കുക. ഈ ബ്ലേഡ് ബിസിനസ് സ്വഭാവം തെറ്റാണ്. അത് മാത്രം എനിക്ക് എൻ്റെ എതിർ സ്ഥാനാർത്ഥിയോട് പറയാനുള്ള ഉപദേശം, ബ്ലേഡ് മനസ്ഥിതി മാറ്റണം, അതേ നന്നാവും. ജനങ്ങളോടൊപ്പം നിൽക്കാനുള്ള സന്മനസ് പ്രകടിപ്പിക്കണം. ഞാൻ ഒന്ന് ആലോചിച്ച്, ഒരു ഉദാഹരണം, നമ്മുടെ മുണ്ടക്കയം ഗവൺമെൻറ് ആശുപത്രി 4 നില കെട്ടിടവും പണിത് എയർ കണ്ടീഷൻ ചെയ്ത പ്രസവ വാർഡ് സഹിതം ഭയങ്കര സൗകര്യങ്ങളോട് തുടങ്ങിയ ആശുപത്രിയാണ്. 7 ഡോക്ടർമാരുണ്ട്, ഒന്നുമില്ല ഇപ്പോൾ. ഞാൻ 1 മാസം മുമ്പ് അത് പൂട്ടിയിട്ടിരിക്കുക. ഒന്നാലോചിച്ച് എന്ത് കടുങ്ങിയ. അത് രസമെന്ന് വെച്ചാൽ LDFിൻ്റെ കാലത്ത് ഞാൻ ചെയ്തതാണ്. അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ 2 ഡോക്ടർമാരെ നിയമിച്ചു എന്ന് പറഞ്ഞ് MLAയുടെ പ്രസ്താവനയാണ്. ഞാൻ അത് അന്വേഷിച്ചു. അപ്പോൾ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ചിലവിൽ 2 ഡോക്ടർമാരെ വെച്ചിട്ടുണ്ട്. അവർ വരുന്നേ ഇല്ല. അവർ ശമ്പളം തരുന്ന ഉറപ്പില്ലെന്ന് പറയും, അവർ വരുന്നില്ല പറയും. ഇതാണ് ഏറ്റവും കൂടുതൽ പാവങ്ങൾക്ക് ഉപകാരം ചെയ്യേണ്ട സ്ഥാപനമല്ലേ അത്. അതിങ്ങനെ പൂട്ടിയിടുന്നത് ശരിയാണ്. ഇത് പൂഞ്ഞാറ് ഗവൺമെൻറ് ആശുപത്രി ഡോക്ടർമാരെ എണ്ണയില്ല. നേരത്തെ എങ്ങനെ നടന്ന ആശുപത്രി എല്ലാം തകർത്ത് തരിപ്പണമാക്കുക. നമ്മുടെ റോഡുകൾ മുഴുവൻ തകർന്നില്ലേ. ഇപ്പം ഇവിടുത്തെ ടൂറിസവുമായി ബന്ധപ്പെട്ടല്ലാതെ ഈ നാടിനി രക്ഷപ്പെടുകയാണ്. ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാം ജീവൻ രക്ഷപ്പെടുത്തിക്കാൻ വേണ്ടി ഇവിടെ നാട് വിട്ട് ജോലിക്ക് പോയിരിക്കുക. അറേബ്യൻ രാജ്യത്ത് പോയി നമ്മുടെ ഒട്ടകത്തെ ചുമക്കുന്ന ജോലിയാണ്, വളരെ സന്തോഷമുള്ള ജോലിയൊന്നുമല്ല. പാവങ്ങൾ ജീവിക്കാൻ വേണ്ടി പോയി കിടക്കുന്ന അവരെ തിരിച്ചു കൊണ്ടുവരണം. എൻ്റെ ലക്ഷ്യം അതായിനി. അവരെ മുഴുവൻ തിരിച്ചു കൊണ്ടുവരണം. എന്ത് ചെയ്യണം? എല്ലാ മേഖലയിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം. നമ്മുടെ മേഖല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഏറ്റവും നല്ല ടൂറിസമാണ്. അതുപോലെ തന്നെ ആ ടൂറിസം ശക്തിപ്പെടുത്തിയാൽ എനിക്ക് 100% ബോധ്യം. ഒന്നും വേണ്ട, ഞാൻ അത് വെറുതെ അല്ല. മുണ്ടക്കയം വാഗമൺ റോഡ് എന്നാലോചിച്ച്, ലോകത്ത് എല്ലാ ഭാഗത്തും തിരുവനന്തപുരം വഴി നേരെ എരുമേലി വന്ന് മുണ്ടക്കയം വന്ന്
വാഗമണ് നേരെ കൂട്ടിക്കൽ ഇളങ്കാട് വഴി ആ റോഡ് പണി മുടങ്ങി കിടക്കുക. ഇപ്പോൾ മനുഷ്യരെ കാണിക്കാൻ വേണ്ടി വാഗമണ്ണിൽ നിന്ന് 3.25 മീറ്റർ വീതിയിൽ, അല്ല 3.5 മീറ്റർ വീതിയിൽ അങ്ങോട്ടിട്ട് അറിയുക. ലോകത്ത് കേട്ടിട്ടുണ്ട് ഈ കുളത്തരം. ആ റോഡ് തകർക്കുക. പക്ഷെ അതൊക്കെ മാറ്റി ഞാൻ, ഒരു സംശയമില്ല, ഈ ഇലക്ഷൻ കഴിയട്ടെ അതൊക്കെ റോഡിൻ്റെ പണി ആരംഭിക്കും. 46.5 കോടി രൂപ ഞാൻ കാലെ പിടിച്ച് മന്ത്രിമാരും മേടിച്ച് സാക്ഷി ചെയ്ത് വർക്കാതൊക്കെ. അതൊന്നും അങ്ങനെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കാല. അതുപോലെ നമ്മുടെ കാട്ടുപന്നി ശല്യം, കാട്ടാന ശല്യം ഒന്നാലോചിച്ച് എന്ത് കടുങ്കിയെന്ന് ഞാൻ അത് പറയാം ചെയ്തിരുന്നത്. ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാട്ടുമൃഗ ശല്യം ഉണ്ടാകുന്നത് നമ്മുടെ കോരുത്തോട്, എരുമേലും ആ കൂട്ടുറപ്പ്, പിന്നെ പാറത്തോട്, കൂട്ടിക്കൽ ഈ മേഖലയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് മുണ്ടക്കയം മേഖലയും കുറച്ചുണ്ട്. എല്ലായിടത്തും സൗരോർജ്ജ വേലി വെച്ചു. വനമുണ്ടല്ലോ, സൗരോർജ്ജ വേലി വെച്ച് ഒരെണ്ണം ഇങ്ങോട്ട് കേടുകയില്ല, എല്ലാം അതിനകത്ത് കിടന്നോളും. അല്ലെ ആന കയറിയ കുറ്റം പെടുകയില്ല. സൗരോർജ്ജ വേലി വേണ്ട, ആന തൊടുന്നതിന് ഇപ്പോൾ കറണ്ട് അടിച്ച് സ്ഥലം പെടും. പാമ്പ് പോലും കിടക്കലായിരുന്നു. കാരണം ചെറിയ ഇടയേ ഉള്ളൂ താഴെ. അതിലെ പാമ്പ് വരുമ്പോൾ ഈ കറണ്ടിൻ്റെ ഇതുകൊണ്ട് തല പൊക്കം അറിയാം, അന്നേ ചത്തുപോകും. അങ്ങനെ ഉണ്ടാക്കി ഒരൊറ്റയാണെങ്കിൽ മുഴുവൻ വേലിയും തകർത്ത് കളഞ്ഞു. എനിക്കടുത്ത് എന്തിനു ചെയ്തു? 5 കൊല്ലം മാറി നിന്നപ്പോഴത്തേക്കിന് സൗരോർജ്ജ വേലി എന്ത് ചെയ്തു? അതിനെ എന്തിനാണ് നശിപ്പിക്കുന്നത്? PCR അരിച്ചുകൊണ്ടെങ്കിൽ PCR പോകുമ്പോൾ നേരിട്ട് അടിക്കാൻ വന്നാൽ ഞാൻ അങ്ങനെ കൊള്ളാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് പുറകിൽ നിന്ന് ഞാൻ കല്ലെടുത്തെറിഞ്ഞാൽ പോരെ. അല്ലാതെ എൻ്റെ സൗരോർജ്ജ വേലി ഇപ്പോൾ പൊളിക്കണോ? അത് പൊളിച്ചുകൊണ്ട് കാട്ടുപോകുന്ന ശല്യം നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ പറ്റുമോ? ജനങ്ങളെ എന്നോടുള്ള വൈരാഗ്യത്തിൽ ജനങ്ങളെ ഉപദ്രവിക്കാമോ? അത് നടക്കുന്നത്. ഇപ്പം കാട്ടാന മാത്രമല്ല, പുലി വരെയാണ്. പുലി നമ്മുടെ തെടനാട് വരെ വന്നു. ഒന്ന് ആലോചിച്ച്, ആ സൗരോർജ്ജ വേലി ഉണ്ടാകുന്ന ഇതൊന്നും ഇവിടെ വരില്ല. അതെല്ലാം പുനഃപ്രസ്ഥാപിച്ചെടുക്കണം. കാട്ടുമൃഗ ശല്യം നിന്ന് ജനങ്ങളെ രക്ഷിക്കണം. എല്ലാവർക്കും ജീവിതമാർഗ്ഗം, തൊഴിലവസരം സൃഷ്ടിക്കണം. ചെറുകിട വ്യവസായ സംരംഭം ഉണ്ടാകണം. അതിലൂടെ മാത്രമേ ജനങ്ങളെ ചെറുപ്പക്കാരെ തിരികെ എത്തിക്കാൻ കഴിയും. ആ പണി പൂർണ്ണമായി ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാവും. തമ്പുരാനിക്ക് പൂർണ്ണത ഉണ്ടോയെന്ന് വെച്ചാൽ ഞാൻ നിൽക്കുകയെന്ന് പറഞ്ഞ ആളാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഏറ്റവും ഉത്തരവാദപ്പെട്ട BJPയുടെ നേതാക്കന്മാർ സ്ട്രിക്റ്റായിട്ട് വിളിച്ച് നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ അന്നേരം ഞാൻ മനസ്സിലാക്കി ഞാൻ പറയുന്നതെല്ലാം ചെയ്തു തരുമെന്ന്. അതുകൊണ്ട് പേടിക്കണ്ട, ഇത് മുഴുവൻ നരേന്ദ്രമോദി സർക്കാരും തന്നെ നേടിയെടുക്കും, ഒരു പ്രശ്നമില്ല. ഈ പ്രചരണത്തിലേക്ക് 20 ദിവസം ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ. അത് സ്ഥാനാർത്ഥി എന്ന നിലയിൽ താങ്കളെ ബാധിക്കുമോ? അങ്ങനെ എന്തെങ്കിലും? എനിക്ക് 10 ദിവസം മതി. എനിക്ക് 20 എന്തിനാ? പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ അറിയാത്ത ഒരാളും കുഞ്ഞാറ്റില്ല. ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ നടക്കുന്നവരെ ഞാൻ ഒന്ന് വിളിച്ച് വീട്ടിൽ കയറി ഇരിക്കുന്നവരല്ലോ. എനിക്ക് 10 ദിവസം മതി ഇലക്ഷൻ വർക്കിന്, ഇനഫ്. എനിക്ക് ആകെയുള്ള ഈ ജീപ്പേൽ എല്ലായിടത്തും ആകെ ഒരു സംഘടനയുണ്ട്. എല്ലാ കടയും കയറി വോട്ട് ചോദിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. കടകളെല്ലാം കൂടെ, വീട്, കോളനികളും. അത് കോളനി കുറവ് പേര് ഇതുവരെ ഒരു വെറുതെ പോകാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ കടകൾ മുഴുവൻ കയറ്റം നടക്കില്ല. അതെന്താ വെച്ചാൽ എരുമയിൽ മാത്രം കട കയറേണ്ട 2 ദിവസം പോകും. എങ്ങനെ ദിവസമില്ല? ഇപ്പോൾ ഈരാറ്റുപേട്ട മുഴുവൻ എൻ്റെ ആളുകളാണ്. കച്ചവടക്കാർ മുഴുവൻ എന്നോട് സ്നേഹമാണ്. അവരെ എല്ലാം കണ്ടൊന്ന് കൈ കൊടുക്കണം വേണ്ടി എങ്ങനെ നടക്കും? എന്ത് ചെയ്യും? ഒരു 2 ദിവസം മിനിമം ഇല്ലാതെ ഈരാറ്റുപേട്ട കട കയറാൻ ദിവസം കുറഞ്ഞതിലുള്ള സങ്കടം ഇതാണ്. പക്ഷേ ഇലക്ഷൻ വർക്കിനും ബാക്കി കാര്യങ്ങൾക്കും ഒരു തെരഞ്ഞെടുപ്പ് എനിക്ക് 10 ദിവസം മതി. അതാണ് ഇന്നലെ.